അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി കാരൽ ക്രൗൺ 2018 സമർപ്പിക്കുന്നത് റാഫി, ജീന, റയാൻ, ജാനൽ. കാരൽ ക്രൗൺ 2018 സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റൊലി മുഴക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കുന്നത് ഫിലിപ്പ് എം. ആൻഡ് ഫാമിലി, ഷാർജ. വെൽക്കം ടു കാരൽ ക്രൗൺ 2018. പ്രതീക്ഷയുടെ പുതുമഞ്ഞ് പെയ്തുകൊണ്ട് ഡിസംബർ എത്തിക്കഴിഞ്ഞു. ക്രിസ്മസും കരോൾ ഗാനങ്ങളും ഡിസംബറിനെ കൂടുതൽ ധന്യമാക്കുന്നു. ഈ ഡിസംബർ മാസത്തിൽ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ഒരുക്കുന്ന ഒരു ദൃശ്യ വിസ്മയമാണ് കാരൽ ക്രൗൺ 2018. ഇതിൽ മത്സരിക്കുന്ന ടീമുകളെ കാത്തിരിക്കുന്നത് കൈനിറയെ സമ്മാനങ്ങളാണ്. ഒന്നാം സമ്മാനം 50,000 രൂപ, രണ്ടാം സമ്മാനം 20,000 രൂപ, മൂന്നാം സമ്മാനം 10,000 രൂപ, അങ്ങനെ ഒത്തിരി സമ്മാനങ്ങൾ. അതെ, നമ്മുടെ ടീമുകൾ റെഡിയാണ്. ഇനി നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു CMI സഭാംഗവും റെക്സ് ബാൻഡ് ഡയറക്ടറുമായ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ. വെൽക്കം അച്ചോ. അടുത്തതായി സ്വാഗതം ചെയ്യാം സൗത്ത് ഇന്ത്യൻ സംഗീത ലോകത്തെ വേറിട്ട ശബ്ദ സാന്നിധ്യം, നമ്മുടെ സ്വന്തം ജാസി ഗിഫ്റ്റ്. വെൽക്കം ചേട്ടാ. മത്സരവേദിയും വിധികർത്താക്കളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സെന്റ് പീറ്റേഴ്സ് CSI ടു കാരൽ ക്രൗൺ 2018. കേരളത്തിൻ്റെ കിഴക്കേ അറ്റമായ മൂന്നാറിനോട് സമീപമുള്ള കൊന്നത്തരി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കൊന്നത്തരി സെൻറ്റ് പീറ്റേഴ്സ് CSI ദേവാലയത്തിൽ നിന്നുള്ള ടീമാണ് ഞങ്ങൾ. ഒരു കാലത്ത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകത്തോട് അറിയിക്കാൻ, രക്ഷകൻ്റെ വരവിനെ ലോകത്തോട് അറിയിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ മാർഗമാണ് ക്രിസ്മസ് കരോൾ. എല്ലാ വീടുകളിലും ചെന്ന് സുവിശേഷം പറഞ്ഞ് പാട്ടുകൾ പാടി അവരോട് ചേർന്ന് ഈ വലിയ സന്തോഷം സർവ്വജനത്തിനുമുള്ള ഉണ്ടാകാനുള്ള മഹാസന്തോഷം ലോകത്തോട് അറിയിക്കാനുള്ള ഒരു വലിയ അവസരമായിരുന്നു, ഒരു വലിയ മാർഗമായിരുന്നു ഇത്. അതിൻ്റെ ഭാഗമായി ഇന്നും ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതൊരു മത്സരമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. വളരെ നാളുകളായി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ലഭിച്ച സമയങ്ങൾ ഓരോരോ തൊഴിലേർപ്പെട്ടിരിക്കുന്നവരാണ് എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവരും. അവരുടെ വിലപ്പെട്ട സമയങ്ങൾ വന്ന് പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ചിന്ന് പാടുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാടൻ ക്രിസ്മസ് കരോൾ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തനി ഒരു 40 വർഷത്തിന് മുമ്പുള്ള ആ ഒരു ശൈലിയും രീതികളും പാട്ടും വസ്ത്രധാരണവും അന്ന് ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻറ്റുകളെല്ലാമാണ് ഇന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ പരിശീലിച്ചിരിക്കുന്നു. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സെന്റ് പീറ്റേഴ്സ് CSI ചർച്ച് കൊന്നത്തടി ഇടുക്കി അവിടെ നിന്നുള്ള ടീമാണ്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, എല്ലാവരും ഞങ്ങളുടെ ടീമുമായിട്ട് മാച്ചായി വന്നിട്ടുണ്ട്. നിങ്ങൾ നാടൻ കരോൾ എന്ന് പറഞ്ഞിരുന്നു, നാടൻ വേഷവിധാനത്തിലും ഈവൻ നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ ഈ സ്വെറ്റർ തണുപ്പിന് വേണ്ടിയുള്ള മറ്റേ തൊപ്പിയും ഈ തണുപ്പ് താങ്ങാൻ വേണ്ടിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള തൊപ്പിയും പിന്നെ ഈ വിന്റർ ക്യാപ്പും ഒക്കെ പാളത്തൊപ്പി കേട്ടോ, പാളത്തൊപ്പിയും നമ്മുടെ വിന്ററിന് വേണ്ടിയിട്ടുള്ള നമുക്ക് എന്താണ് തണുപ്പ് താങ്ങാനുള്ളതും മറ്റേ മഫ്ലറും ഒക്കെ വന്നിട്ടുണ്ട്. ഇവൻ നാടനായിട്ട് തോർത്തൊക്കെ കെട്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അസൽ നാടൻ ലുക്കിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള നിങ്ങളുടെ സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ് ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഏതാണ് ഇൻസ്ട്രുമെന്റ്? ഇത് മുള എന്ന് പറയുന്ന തടിയിൽ നിന്നുള്ളതാണ്. ഇത് ഇപ്പം 2 മരത്തിൽ നിന്നുള്ള, ഇത് ചെറുതാണ്, സൈസ് കുറവുണ്ട്, പച്ചയാണ്. ഇതിൻ്റെ സൗണ്ട് ശരിയാകണമെന്നുണ്ടെങ്കിൽ ഇത് പഴുത്ത് ഉണങ്ങിയ മരത്തിൽ നിന്ന് വേണം എടുക്കാൻ. ശബ്ദത്തിന് വ്യത്യാസം വേണം. ഇത് 3 ശബ്ദത്തിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് ആടിന്റെ തോലാണ്. അത് നൈസായിട്ട് സൈസ് എടുത്ത് അതിന്റെ ശബ്ദം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അളവിൽ തന്നെ റൗണ്ട് ചെയ്ത് ചുരുക്കി കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും അത് അടിക്കാൻ പറ്റത്തില്ല. എല്ലാ പ്രാവശ്യവും എല്ലാ കരോൾസ് റൗണ്ട്സിനും കൊണ്ടുവന്നാണ്. അപ്പൊ ഒന്നിലധികം ടീം ഉണ്ടെങ്കിൽ ഒന്നിലധികം ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. ഇതുപോലെ വേറെ കുറെ ഐറ്റങ്ങൾ ഉണ്ട് വേറെ. അപ്പൊ അത് കൊണ്ടുവരാനുള്ള സൗകര്യം കൊണ്ട് ഇതാണ് ഹൈലൈറ്റ് അല്ലേ? ഇതിന്റെ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? ഇത് ബാംബു ഡ്രം എന്നുള്ള. ബാംബു ഡ്രം പഴയ കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലുള്ളതാണ് അവരിങ്ങനെ മാറാണ്ട് നിങ്ങൾ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഫാദറാണ് ടീമിന്റെ ലീഡർ. അച്ഛന്റെ പേരെന്താണ്? അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. ഇവൻ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടോ, എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ പെട്രോൾ മാക്സ്. നമുക്കിവിടെ ഒത്തിരി ലൈറ്റ് ഉണ്ട്, ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ പുക വരുന്ന കാരണം ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നാടൻ ലുക്കിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിട്ട് കുറെ പോയിന്റ്സ് ഒക്കെ കയറിയിട്ടുണ്ടാവും. അത് ഞങ്ങളുടെ കാലാവസ്ഥ അതിജീവിക്കാനായിട്ട് പാടിയൊക്കെ പോകുമ്പോൾ ഈ കാലാവസ്ഥയിൽ തണുത്തൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇടുക്കിയും കൂടെ ആയത് കാരണം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ അപ്പോഴും ഈ പെട്രോൾ മാക്സ് ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിലെ പാട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പയ്യെ കൈയൊക്കെ ഒന്ന് ചൂടാക്കാം. അതങ്ങനെ ഒരു അപ്പൊ എന്തായാലും നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ജീവിക്കാൻ പോവാണ് അല്ലെ, ഈ റൗണ്ടിലൂടെ ജീവിക്കാൻ പോവാണ്. എന്തായാലും നമുക്ക് 4 റൗണ്ടുകളിലായിട്ടാണ് പാട്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് കൊട്ടും പാട്ടും. നിങ്ങൾ ആർമാദിച്ച് പാടിക്കോളൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആയ 2 മലയാള പാട്ടുകളാണ് ആദ്യത്തെ റൗണ്ടിൽ പാടാൻ പോകുന്നത്. തയ്യാറാണോ ടീം? തയ്യാറാണോ? അതെ. അപ്പോൾ എന്തായാലും നമുക്ക് കേൾക്കാം ഇവരുടെ കൊട്ടും പാട്ടും. സെന്റ് പീറ്റേഴ്സ് CSI ചർച്ച് ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഗാനം അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി എന്നുള്ള ഗാനമാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജോസഫും മറിയും കൂടി യേശുവിൻ്റെ ജനനത്തിനായി പല വാതിലുകൾ മുട്ടുവിളിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണപ്പെടുന്നത്. അതിൽ നിന്നും വിഭിന്നമായി അവർ ഒരു സത്രം തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗാനത്തെയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി മുട്ടുവിളിക്കുന്നു വീട്ടുകാരെ എന്നുള്ള ഗാനം ഞങ്ങൾ ആലപിക്കുന്നു. ഞങ്ങൾ ഈ ഗാനം ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും മനോഹരമായി തന്നെ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വീട്ടുകാരെ ഉറങ്ങുവാൻ അല്പമിടത്തിനായി മുട്ടി വിളിക്കുന്നു വീട്ടുകാരെ. ദൂരത്തു നിന്നും വൈകി വരുന്നൊരി യാത്രക്കാർ മുട്ടി വിളിക്കയായി. ദൂരത്തു നിന്നും വൈകി വരുന്നൊരി യാത്രക്കാർ മുട്ടി വിളിക്കയായി. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി മുട്ടി വിളിക്കുന്നു വീട്ടുകാരെ. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി മുട്ടി വിളിക്കുന്നു വീട്ടുകാരെ. ആശ്രയത്തിൽ നിന്നും വേരുകൾ ചാർത്തുവാൻ വന്നവർ ഞാനുമൻ പ്രേയസിയും. ആശ്രയത്തിൽ നിന്നും വേരുകൾ ചാർത്തുവാൻ
വന്നവർ ഞാനുമെൻ പ്രേയസിയും. സത്രമടച്ചു പോയി, വാതിലടച്ചു പോയി, മറ്റാർക്കും നൽകാൻ ഇടമില്ല. സത്രമടച്ചു പോയി, വാതിലടച്ചു പോയി, മറ്റാർക്കും നൽകാൻ ഇടമില്ല. ദൂരത്തു നിന്നും വൈകി വരുന്നൊരു യാത്രക്കാർ പൊട്ടി വിളിക്കയാവാം. ദൂരത്തു നിന്നും വൈകി വരുന്നൊരു യാത്രക്കാർ പൊട്ടി വിളിക്കയാവാം. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി പൊട്ടി വിളിക്കുന്നു വീട്ടുകാരെ. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി പൊട്ടി വിളിക്കുന്നു വീട്ടുകാരെ. പോകുവിൻ സ്വയം കെടുത്താതെ ഞങ്ങളെ സസതിയിലെങ്ങാനും തിരക്കിടുവിൻ. പോകുവിൻ സ്വയം കെടുത്താതെ ഞങ്ങളെ സസതിയിലെങ്ങാനും തിരക്കിടുവിൻ. ഇല്ലില്ല നിങ്ങൾക്കു നൽകാൻ ഇടമില്ല, വീടു നിറയെ വിരുന്നുകാരാ. ഇല്ലില്ല നിങ്ങൾക്കു നൽകാൻ ഇടമില്ല, വീടു നിറയെ വിരുന്നുകാരാ. ദൂരത്തു നിന്നും വൈകി വരുന്നൊരു യാത്രക്കാർ പൊട്ടി വിളിക്കയാവാം. ദൂരത്തു നിന്നും വൈകി വരുന്നൊരു യാത്രക്കാർ പൊട്ടി വിളിക്കയാവാം. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി പൊട്ടി വിളിക്കുന്നു വീട്ടുകാരെ. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി പൊട്ടി വിളിക്കുന്നു വീട്ടുകാരെ. മഞ്ഞും തണുപ്പും നിറഞ്ഞൊരു രാത്രിയിൽ അവിടം തേടി നാം എങ്ങു പോകും. മഞ്ഞും തണുപ്പും നിറഞ്ഞൊരു രാത്രിയിൽ അവിടം തേടി നാം എങ്ങു പോകും. ഭൂലോകപാലകൻ ജന്മമെടുക്കുവാൻ ഉൾവാനം നമ്മെ വിളിക്കയാവാം. ഭൂലോകപാലകൻ ജന്മമെടുക്കുവാൻ ഉൾവാനം നമ്മെ വിളിക്കയാവാം. ദൂരത്തു നിന്നും വൈകി വരുന്നൊരു യാത്രക്കാർ പൊട്ടി വിളിക്കയാവാം. ദൂരത്തു നിന്നും വൈകി വരുന്നൊരു യാത്രക്കാർ പൊട്ടി വിളിക്കയാവാം. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി പൊട്ടി വിളിക്കുന്നു വീട്ടുകാരെ. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി പൊട്ടി വിളിക്കുന്നു വീട്ടുകാരെ. ദൂരത്തു നിന്നും വൈകി വരുന്നൊരു യാത്രക്കാർ പൊട്ടി വിളിക്കയാവാം. ദൂരത്തു നിന്നും വൈകി വരുന്നൊരു യാത്രക്കാർ പൊട്ടി വിളിക്കയാവാം. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി പൊട്ടി വിളിക്കുന്നു വീട്ടുകാരെ. അന്തിയുറങ്ങുവാൻ അല്പമിടത്തിനായി പൊട്ടി വിളിക്കുന്നു വീട്ടുകാരെ. ഞങ്ങളുടെ ഈ കരോൾ റൗണ്ടിലെ രണ്ടാമത്തെ ഗാനമായി ഞങ്ങൾ ആലപിക്കുന്നത് ബേത്ലഹേമിൽ വന്ന് ജനിച്ച ഉണ്ണിയേശുവിൻ്റെ ജനനത്തെ പ്രഘോഷിച്ചുകൊണ്ട് ആട്ടിടയന്മാരും മാലാഖമാരും ശാസ്ത്രികളും വന്ന് യേശുക്രിസ്തുവിനെ വന്ദിച്ചുകൊണ്ട് പാടുന്ന ഗാനമാണ്. ഇത് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റായി പാടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനായി ഞങ്ങളെ കഴിയുന്ന വിധം ശ്രമിക്കുന്നതുമാണ്.
നിങ്ങളുടെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരുന്ന കരോളിൻ്റെ ആ ഒരു ഫീല് നമുക്ക് വൈബ് കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് നോട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ പൊതുവെ വീട്ടിൽ പോകുമ്പോൾ ഈ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് പാടില്ലല്ലോ, കയ്യിലിങ്ങനെ കൊണ്ടുപോകുന്ന നമ്മളൊക്കെ കഴിഞ്ഞ ടീമുകളൊക്കെ നോക്കുമ്പം സ്റ്റാൻഡിൽ വെച്ച് ഹാർമോണിയമൊക്കെ, ഇത് ഹാർമോണിയം കഴുത്തിൽ കെട്ടി ഇങ്ങനെ നല്ല വെയിറ്റ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ അതും വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പം അല്ലെങ്കിൽ വീട്ടിൽ കയറി പോവല്ലേ, അപ്പം അത് കാരണം എല്ലാം കയ്യിൽ തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇത്. അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയുണ്ട്, പണപ്പിരിവിൻ്റെ ആൾ. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരുന്നു കുറേ കാശ് വെട്ടിക്കാനുള്ള. കയ്യിൽ ഇതാ ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ലിപ്പൊക്കെ ഉണ്ടോ? നോക്കട്ടെ. സ്ലിപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പണപ്പിരിവ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ കരോൾപ്പാട്ട് കേട്ടതല്ലേ, എല്ലാവരും സംഭാവന ചെയ്തോളൂ. ഇവിടെ എഴുതിയിട്ടുണ്ട് 2018-19 സെൻറ്റ് പീറ്റർ CSI ചർച്ച് ജനറൽ അക്കൗണ്ട് ബുക്ക് 2. ഇപ്പോൾ 1 സെയിലായി, ഒരു ബുക്ക് തീർന്നു. രണ്ടാമത്തെ ബുക്ക് അതിൽ ബാഗിൽ പൈസയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ ആ മൂഡ് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ നോട്ട് ചെയ്തു. നമ്മൾ ക്രിസ്മസ് അപ്പൻ്റെ കയ്യിൽ വടി നമ്മൾ പൊതുവേ ഡിസൈനൊക്കെ ചെയ്തിട്ടായിരിക്കും. ഇത് ചെയ്തിട്ടുണ്ടല്ലേ വടി? ഒറിജിനലാണ്. ആ ഷേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മാന്റെ തല. അതും ശരിക്കും ഈ ഈറ്റ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കാട്ടിക്കുള്ള നടന്നിട്ട് ഇതുപോലെ ഷേപ്പ് കിട്ടുന്നത് പറിച്ചെടുക്കുന്നു. പലത് പറിച്ചു കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് വരും. ദൈവാനുഗ്രഹത്താൽ ഈ പ്രാവശ്യം നല്ലൊരു ഷേപ്പ് കിട്ടി. ഒരു മാന്റെ തല പോലെ തന്നെയുള്ള ഇതിൽ കിട്ടിയല്ലേ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇത് മിസ് ചെയ്യുന്നുണ്ട്. പോലെ തന്നെ സിറ്റി ലൈഫിൽ വരുമ്പോൾ എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാണാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഭാഗത്ത് ഒത്തിരി സാധനങ്ങൾ പറമ്പിൽ തന്നെ ഉണ്ട്. ഇവിടെ എല്ലാം നിരത്തി കല്ലും ഇതും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നാച്ചുറലി ഉള്ള ഒരു സംഭവങ്ങളാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. ഒത്തിരി മെമ്മറീസ് നിങ്ങൾക്കുണ്ട്. നമ്മളൊക്കെ മിസ് ചെയ്ത കുറേ മെമ്മറീസ് നിങ്ങൾക്കുണ്ട്. ജലസംരക്ഷണത്തിന്, അത് ജലം പിടിച്ചു നിർത്താനായിട്ട് ജലനിധിയുടെ ഭാഗമായിട്ട് ഈറ്റകളൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ഈ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ ആ ഭാഗത്ത് എപ്പോഴും വെള്ളം കയറ്റിൽ ഇറക്കലൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും ഒത്തിരി മെമ്മറീസ് ഉണ്ട്. ഇനിയും ഇങ്ങനെ പതുക്കെ ഞങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഗ്ലോറിയയിൽ മലയാളം അല്ലാത്ത ഏത് ലാംഗ്വേജ് വേണമെങ്കിലും എടുത്ത് പാടാം. ഏത് ലാംഗ്വേജ്? തമിഴ്. നമ്മുടെ ലാംഗ്വേജ് പോട്ടെ. അപ്പൊ എന്തായാലും ഇതും നിങ്ങൾ ഏതാണ്? തായ് ഭാഷ. ഓക്കെ, അപ്പൊ എന്തായാലും തമിഴും അടിച്ചു പൊളിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ കരോൾ റൗണ്ട്സിൽ അടുത്തതായിട്ട് പാടാൻ പോകുന്ന ഒരു തമിഴ് ഗാനമാണ്. സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് അവതരിച്ച യേശു കർത്താവിൻ്റെ ആ സ്നേഹത്തെയും ആ കരുതലിനെയൊക്കെ വാഴ്ത്തി പാടുന്ന ഒരു ഗാനമാണിത്. ഇത് ഞങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പാടുവാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. Happy Christmas. Happy Christmas.
പാദം തീർക്കയിലെ പാലം വന്ന വേളയിൽ പോറ്റുവോം ബാലകനെ പോറ്റുവോം ബാലകനെ നെഞ്ചിൽ പാപം മൂടി വീഴും നമ്മെ ബാലനെ തുതിക്കുമ്പോൾ ഒരു കാലവേളയിലെ പുതുപൂവാനം കേട്ടയിലെ പുതുകാലവേളയിലെ പുതുപൂവാനം കേട്ടയിലെ തുതിക്കരോ ബാലകനെ പണിയരോ ബാലകനെ ഹാപ്പി 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 ക്രിസ്മസ് തുതിക്കരോ ബാലകനെ പണിയരോ ബാലകനെ ഹാപ്പി 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 ക്രിസ്മസ് പുതുകാലവേളയിലെ പുതുപൂവാനം കേട്ടയിലെ പുതുകാലവേളയിലെ പുതുപൂവാനം കേട്ടയിലെ തുതിക്കരോ ബാലകനെ പണിയരോ ബാലകനെ ഹാപ്പി 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 ക്രിസ്മസ് തുതിക്കരോ ബാലകനെ പണിയരോ ബാലകനെ ഹാപ്പി 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 ക്രിസ്മസ് അപരൻ വന്ന വേളയിലെ പരിപാവം മകനെ പോറ്റുവോം ബാലകനെ പോറ്റുവോം ബാലകനെ നെഞ്ചിൽ പാപം മൂടി വിടും നമ്മെ ബാലനെ തുതിച്ചിടും ഒരു കാലവേളയിലെ പുതുപൂവാളം കേട്ടയിലെ പുതുകാലവേളയിലെ പുതുപൂവാളം കേട്ടയിലെ തുതിക്കരോ ബാലകനെ പണിയരോ ബാലകനെ ഹാപ്പി 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 ക്രിസ്മസ് തുതിക്കരോ ബാലകനെ പണിയരോ ബാലകനെ ഹാപ്പി 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 ക്രിസ്മസ് പുതുകാലവേളയിലെ പുതുപൂവാനം കേട്ടയിലെ പുതുകാലവേളയിലെ പുതുപൂവാനം കേട്ടയിലെ കാരൽ ക്രൗൺ 2018 അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി ഒന്നാം സമ്മാനം സമർപ്പിക്കുന്നത് രാജൻ, ഷീബ, റോബിൻ, ബ്ലെസി ആൻഡ് ഷോൺ. രണ്ടാം സമ്മാനം സമർപ്പിക്കുന്നത് ഡേവിസ് ജോൺ, ബ്ലെസി ഡേവിസ്, ജോൺസ് ആൻഡ് ജെൻസി. മൂന്നാം സമ്മാനം സമർപ്പിക്കുന്നത് ജോർജ് കുട്ടി, മിനി, ആശിഷ്, അനീഷ് ആൻഡ് ആൻ. പ്രോത്സാഹന സമ്മാനങ്ങൾ സമർപ്പിക്കുന്നത് ഡോക്ടർ ലെനോഡ് യേശു ആൻഡ് ഫാമിലി, ജോഷോ കുസുമ ആൻഡ് ഫാമിലി, ഫിലിപ്പ് എം ആൻഡ് ഫാമിലി. മ്യൂസിയം ഓഫ് ദ വേർഡ് എന്ന ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരുശലേം സന്ദർശിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അവിടെ എത്തിയ ഒരു പ്രതീതിയായിരുന്നു. മ്യൂസിയം ഓഫ് ദി വേർഡ് ഒരു അത്ഭുത ലോകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതലുള്ളതായ ചരിത്രം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കുന്നു. വേദപുസ്തകത്തെ സംബന്ധിച്ചുള്ളതായ വളരെ വിജ്ഞാനപ്രദമായ പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വേദപുസ്തക പഠിതാക്കൾക്കും ഒപ്പം തന്നെ വേദശാസ്ത്ര വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരനുഭവമായിരുന്നു. ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളുടെ ആത്മീയ ജീവിതത്തിന് ഉന്നതി വരുവാൻ തക്കവണ്ണം മ്യൂസിയം ഓഫ് ദ വേർഡ് PB നമ്പർ 4 വെമ്പായം PU തിരുവനന്തപുരം. ഫോൺ 9495998555. ടീമിന്റെ ഗ്ലോറിയ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, തമിഴ് പാട്ടാണ് എടുത്ത് പാടിയത്. ഇനി അടുത്തത് തമ്പേറിൻ താളം. നമ്മുടെ ടീമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻ്റ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നു. എന്തായാലും നമുക്ക് ആ ഇൻസ്ട്രുമെൻ്റ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിനും കൂടെ പോകുമ്പോഴേ ശബ്ദം നമുക്ക് നേരെ അറിയാൻ പറ്റത്തില്ല. നമുക്ക് എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഇൻസ്ട്രുമെൻ്റ് മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാവോ?
സൂപ്പർ. ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഇതിനിങ്ങനെ കെട്ടിയിട്ട് ഇവിടെ അനങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റാൻഡ് ഇവിടെ മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? ഈ ഐറ്റം ഒക്കെ ഉണ്ടാക്കിയത് മിസ്റ്റർ ജോമോനാണ്. ജോമോൻ. ഇപ്പൊ ട്യൂണിംഗ് ഒക്കെ ട്യൂണിംഗ് അദ്ദേഹം തന്നെ ചെയ്യുന്നതാണ്. ഇതിൽ കമ്പം കൂടുതലാണോ ഇതുപോലത്തെ സാധനങ്ങൾ ചെയ്യാൻ? താല്പര്യമുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ വേറെയും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ. എന്തൊക്കെയാ ഉള്ളത്? ബാംബു ഡ്രംസില് ഉൾപ്പെടുന്ന 22 ബാംബു ഉൾപ്പെടുന്ന കുഴലുകള്, 22 കുഴലുകൾ ഉൾപ്പെടുന്ന 22 ഐറ്റംസ് വേറെ ഇതുപോലെ ഡിഫറെന്റ് ശബ്ദങ്ങളൊക്കെ. സൂപ്പർ, കൊള്ളാം കേട്ടോ. ഡ്രം സെറ്റ് ഉണ്ടല്ലോ, സിസ്റ്റം ഇങ്ങനെ സിമ്പിളൊക്കെ വെച്ച് അതെല്ലാം അതൊക്കെ ഉള്ളതാ. അതൊക്കെ ഉണ്ട്, ബാംബൂല് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടിയിൽ അത് കൊണ്ടുവന്ന് പാടായി തികയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് നമ്മുടെ ഷൂട്ട് നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ അവർക്ക് ഇടുക്കിയിൽ 350 കിലോമീറ്റർ ഉണ്ട്, കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ. അതെ, അപ്പൊ എന്തായാലും നിങ്ങൾ കൊണ്ടുവന്ന ഇൻസ്ട്രുമെന്റ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. യെസ്. അപ്പം തമ്പേരിൻ താളം, അതായത് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സിന്റെ ബലമാണ് നിങ്ങൾ ഈ റൗണ്ടിൽ കാണിക്കാൻ പോകുന്നത്, നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിക്കാൻ പോകുന്നത്. നോക്കാം. അതിനകത്തൊരു വെറൈറ്റി ഉള്ളത്, ഈ ഞങ്ങൾ പല വീടുകളിൽ കൂടെ പോകുമ്പോൾ താളം കെട്ടാൻ വേണ്ടി കോലടി എന്ന് പറയും, അതൊരു ഒരു കലയാണ്. അപ്പം അത് ഞങ്ങളൊരു 4 പേരെ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ അത് സൗകര്യം അനുസരിച്ച് അത് ചെയ്യുന്നതാണ്. ഓക്കെ, തമ്പേരിൻ താളം കുറച്ചും കൂടെ കളർഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് നമുക്ക് നോക്കാം. ജഡ്ജസും റെഡിയാണ് ഇവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളും കാത്തിരിക്കുകയാണ് ഇവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഓൾ ദി ബെസ്റ്റ്.
നിങ്ങളുടെ തമ്പേരിൻ താളം ഉഷാറായി. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് കോലുകളി അല്ലേ? ആരാണ് ചേട്ടൻ? വന്നു ഫ്രണ്ടിലോട്ട് വരൂ. ജോമോൻ ചേട്ടൻ അല്ലേ? നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ ആർട്ടൊക്കെ നോക്കുന്ന ചേട്ടനാണ്. അപ്പൊ ഇതും ഓൾറൗണ്ടറാണ്. അപ്പം മൊത്തം എത്ര പേരുണ്ട് ടീമിൽ? 4 പേരാണോ ഇനിയും കൂടുതലുണ്ടോ? ഞങ്ങൾ അധികം ആളുണ്ട്, പക്ഷെ പോരാനുള്ള സാഹചര്യം കുറവും ആണ്. നമുക്കിവിടെ ലിമിറ്റഡ് ആണ്. അതെ, നമുക്ക് 15 to 20 കണ്ടസ്റ്റൻസേ ഒരു ടീമിൽ പാടുള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ 4 പേര് വെച്ച് ലിമിറ്റഡ് ആണെങ്കിൽ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഈ കരോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള? ഞങ്ങളുടെ ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സിറ്റി ലൈഫിൽ നോക്കുമ്പം കുഞ്ഞു പിള്ളേരൊക്കെ ആയിരിക്കും ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് പോവുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൻപുറത്ത് എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ അവിടെ മലകളും കുന്നുകളും ആയതുകൊണ്ട് അപ്പോൾ ഈ ഏതാണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 6 മണിക്ക് തുടങ്ങിയ പിറ്റേ ദിവസം ഒരു 6 മണി വരെ പോവും. ഫുൾ ഡേ ഒക്കെ? ഫുൾ നൈറ്റ്. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ എല്ലാ വീടുകളിലും പോകും. ഇത് വാസ്തവത്തിൽ സുവിശേഷം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിതാക്കന്മാരെ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ലോകത്തോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീടുകളിലും പോകും. അപ്പം നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ക്രിസ്ത്യൻസ് എന്നുള്ളതല്ല, എല്ലാ വീടുകളിലും എല്ലാവരും അവർ നമ്മളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെല്ലുമ്പോൾ അവർ പടക്കം പൊട്ടിക്കുന്നു, അവരുടെ വീടുകളെല്ലാം നക്ഷത്രങ്ങൾ തൂക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് നമ്മളെ കാത്തിരിക്കുന്നു. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും പോകും. പിന്നെ ഞങ്ങളുടെ മേഖലകളെല്ലാം മലകളും കുന്നുകളും പാറപ്പുറത്തുറക്കെ കയറി പോകേണ്ടൊക്കെ മേഖലകളുണ്ട്. ചതുപ്പുകളിലൂടെ ഇറങ്ങി പോകേണ്ടതുണ്ട്. കൃഷിയുള്ള കണ്ടത്തിൻ്റെ വരമ്പിൽ കൂടെ പോകേണ്ടതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് സ്ത്രീകളെ കൊണ്ടുവന്നൊക്കെ റിസ്ക് ആയതുകൊണ്ട് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ അത് സെപ്പറേറ്റ് പള്ളിയിൽ കരോൾ സർവീസ് എന്ന് പറഞ്ഞ ഒരു രാത്രി വെച്ച് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്താം. അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരെല്ലാം വന്ന് ഇങ്ങനെ പാടി സന്തോഷിക്കും. പക്ഷേ വീടുകളിൽ കൂടെ പോകുമ്പോൾ കഴിവത് നമ്മളൊരു ഇച്ചിരി പ്രാപ്തിയുള്ള കുട്ടികളെയും പുരുഷന്മാരെയും ആ ഒരു റേഞ്ചിലുള്ളവരെ കൊണ്ടുപോകും കഴിവ്. അതിനകത്ത് പ്രായോഗിക പ്രശ്നം ഇതാണ്, അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് വൃശ്ചികമാസം ആകുമ്പോഴത്തേനും ചെറിയ മഴ കാണും, മഞ്ഞ് കൂടുതലാണ്, തണുപ്പ് കൂടുതലാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിച്ച് പോകാൻ പറ്റുന്ന ഇവരെ പോലുള്ള നല്ല ചുണക്കുട്ടന്മാരെയാണ് കഴിവത് ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. അതാണ്, അതുകൊണ്ടാണ് സ്ത്രീകൾ കുട്ടികളൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കരോളില് നമ്മുടെ നിങ്ങളുടെ ആ ഗ്രൂപ്പിനെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്നു അല്ലേ? എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് വെറൈറ്റി ആയി നമുക്കിനി വരും കരോൾ മത്സരത്തിൽ നിങ്ങളുടെ എല്ലാ ടീമും വരാനുള്ള സാഹചര്യം നമ്മുടെ കണ്ടസ്റ്റൻസ് കുറച്ചും കൂടെ എണ്ണം കൂട്ടട്ടെ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ആ ലിമിറ്റഡിനകത്തും നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്ത് കുറച്ചും കൂടെ ഈ തമ്പേരും താളത്തിന് കുറച്ചും കൂടെ ഉയിര് കൂട്ടി എന്ന് പറയാം. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചുകൂടെ വിശാലമായിട്ട് ഓടി നടന്നാണെങ്കിൽ ഒരു തട്ടാതെ മുട്ടാതെ നിന്ന് അതിനൊരു പ്രത്യേക സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ. എന്നാലും നമ്മുടെ ലിമിറ്റഡിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്ത് ഞങ്ങൾക്ക് ഒത്തിരി വിരുന്നായിരുന്നു. നമുക്ക് കുറേ പുതിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പം എന്തായാലും തമ്പേരിൻ താളം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി സുവാർത്ത, അതായത് പാട്ടും മെസ്സേജും നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന റൗണ്ടാണ് സുവാർത്ത. അപ്പം അതിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. അധർമ്മപരിയ ലോകത്തിൽ അന്ധകാരം നീക്കുവാൻ ലോകത്തിൻ്റെ വെളിച്ചമായി അവതരിച്ച യേശുക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടുന്ന പാട്ടാണ് അടുത്ത് ഞങ്ങളിവിടെ ഇൻസ്ട്രുമെൻസിലൂടെ അവതരിപ്പിക്കുന്നത്. പഴയ കാലത്തെ ഇൻസ്ട്രുമെൻസ് എല്ലാം ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ ഇത് മനോഹരമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സുരഗണം പാടട്ടെ, നരഗണം കൂടട്ടെ, പരസുതനേശുവെ വാഴ്ത്തിടട്ടെ. സുരഗണം പാടട്ടെ, നരഗണം കൂടട്ടെ, പരസുതനേശുവെ വാഴ്ത്തിടട്ടെ. പാപത്തിൻ ബലിയായി മേരിവൻ സുതനായി ആരുടെ പിറന്നോനെ കളങ്കങ്ങൾ കഴുകിടണേ. പാപത്തിൻ ബലിയായി മേരിവൻ സുതനായി ആരുടെ പിറന്നോനെ കളങ്കങ്ങൾ കഴുകിടണേ.
മതിയേ. മയിലുകളാടട്ടെ കുയിലുകൾ പാടട്ടെ വയലുകൾ തരിവള കിലുക്കിടട്ടെ. മയിലുകളാടട്ടെ കുയിലുകൾ പാടട്ടെ വയലുകൾ തരിവള കിലുക്കിടട്ടെ. മുടി വന്ന മേടയെ തൊഴുതിന വെടിഞ്ഞൊരു വല്ലഭതാരകമേ കളങ്കങ്ങൾ കഴുകിടണേ. മുടി വന്ന മേടയെ തൊഴുതിനായി വെടിഞ്ഞൊരു വല്ലഭതാരകമേ കളങ്കങ്ങൾ കഴുകിടണേ. പാലൊളി തൂങ്ങിയ പാലിയമേ പാലിടെ പിറന്നോനേ പാവങ്ങൾ പോകണേ വീതികൾ തീർന്ന് കരണിയിൽ അറിവതിയേ. പാവങ്ങൾ പോകണേ വീതികൾ തീർന്ന് കരണിയിൽ അറിവതിയേ. സുരഗണം പാടട്ടെ വരഗണം കൂടട്ടെ വരസുതനേശുവെ വാട്ടിടട്ടെ. സുരഗണം പാടട്ടെ വരഗണം കൂടട്ടെ വരസുതനേശുവെ വാട്ടിടട്ടെ. പാപത്തിൻ ബലിയായി മേരിയ സുതന പാരിട പിറന്നോനേ കളങ്കങ്ങൾ കഴുകിടണേ. പാപത്തിൻ ബലിയായി മേരിയ സുതന പാരിട പിറന്നോനേ കളങ്കങ്ങൾ കഴുകിടണേ. പാലൊളി തൂങ്ങിയ പാതിരമേൽ പാരിട പിറന്നോനേ പാവങ്ങൾ പോകണേ വീതികൾ തീർന്ന് ധരണിയിൽ അറിവതിയേ. പാവങ്ങൾ പോകണേ വീതികൾ തീർന്ന് ധരണിയിൽ അറിവതിയേ. കുസുമങ്ങൾ വിടരട്ടെ പരിമളം പരത്തട്ടെ സൂര്യപ്രദേശങ്ങൾ ആർത്തിടട്ടെ. കുസുമങ്ങൾ വിടരട്ടെ പരിമളം പരത്തട്ടെ സൂര്യപ്രദേശങ്ങൾ ആർത്തിടട്ടെ. ദേവകുമാര രാജകുമാര ദാവീദിൻ വംശജനേ കളങ്കങ്ങൾ കഴുകിടണേ. ദേവകുമാര രാജകുമാര ദാവീദിൻ വംശജനേ കളങ്കങ്ങൾ കഴുകിടണേ. പാലൊളി തൂങ്ങിയ പാതിരമേൽ പാരിട പിറന്നോനേ പാവങ്ങൾ പോകണേ വീതികൾ തീർന്ന് ധരണിയിൽ അറിവതിയേ. പാവങ്ങൾ പോകണേ വീതികൾ തീർന്ന് ധരണിയിൽ അറിവതിയേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഈ വർഷത്തെ ക്രിസ്മസും നമുക്ക് ആഘോഷിക്കുവാൻ സർവശക്തനായ ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യഹോവയായിരിക്കുന്ന ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു. എന്നാൽ യഹോവയായിരിക്കുന്ന ദൈവം മനുഷ്യരെ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എന്നാൽ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടപ്പെടുത്തി ദൈവസ്ഥാനിൽ നിന്നും അകന്നുപോയപ്പോൾ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യഹോവയായ ദൈവം സ്വർഗോന്നതികളെ വെടിഞ്ഞ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ ഇടയിലേക്ക് വന്ന് മനുഷ്യരെ വീണ്ടെടുക്കുവാൻ, കുറച്ചുകൂടെ ആഴമായി പറഞ്ഞാൽ സർവ്വ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ യഹോവയായിരിക്കുന്ന ദൈവം തീരുമാനിച്ചു. അതിൻ്റെ പരിണത ഫലമാണ് ഈ യേശുവിൻ്റെ ജനനം എന്ന് നമ്മൾ ആഘോഷിക്കുന്ന ദൈവപുത്രൻ്റെ ഈ ലോക വാസത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ക്രിസ്മസ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വളരെയേറെ വിടുതലും മോചനവും സമാധാനവും ശാന്തിയും നൽകുന്ന ഒരു സന്തോഷമാണ് യേശുവിൻ്റെ ജനനം, തിരുപ്പിറവി. പഴയ നിയമ പ്രവചനങ്ങൾ, സങ്കീർത്തനങ്ങൾ തുടങ്ങി എല്ലാ ഭാഗങ്ങളും പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മഹത്വം. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ, കൂരിരുട്ട് നിറഞ്ഞ ലോകത്തിൽ, അഴിമതികളും അക്രമങ്ങളും നിറഞ്ഞ ലോകത്തിൽ, സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഈ ലോകത്തിൽ ഇതെല്ലാം നൽകുന്ന യേശുവിൻ്റെ സ്നേഹം, അതാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ആട്ടിടയർ സമൂഹത്തിൽ വളരെയേറെ തള്ളപ്പെട്ട ഒരു വിഭാഗം ആളുകളായിരുന്നു. അവരുടെ ഇടയിൽ ദൂതന്മാർ വന്ന് അവരോട് പറഞ്ഞു, ഇത് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണ്. ക്രിസ്തു എന്ന രക്ഷകൻ ഇന്ന് ലോകത്തിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക്
യേശുവിൻ്റെ അരികിൽ ചെന്ന്, യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ചെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞ് ഇടയന്മാരെയും ആട്ടിടയന്മാരെയും സകല മനുഷ്യരെയും ഈ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച് അടുപ്പിച്ച് നിന്ദിതരായി പുറന്തള്ളപ്പെട്ടവരായ സർവ്വ മനുഷ്യരെയും ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പിതാവിൻ്റെ തേജസ്സായ ക്രിസ്തു ലോകത്തിൽ മനുഷ്യാവതാരം എടുത്ത് നമ്മുടെ അരികിൽ വന്ന് നമ്മളെ വീണ്ടെടുത്തതിൻ്റെ വലിയ സന്തോഷം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുകയും യേശുവിനെ ഈ നാളുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് രക്ഷാനിർണയം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് ആരാധനയിലും പാട്ടിലും പ്രാർത്ഥനയിലും ദൈവവുമായി അടുത്തൊരു ബന്ധം നിലനിർത്തി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യതയിൽ പ്രവേശിക്കുവാൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ സ്വർഗോന്നതകളിൽ നാമും ചേർക്കപ്പെടേണ്ടതിനായി വിശുദ്ധന്മാരോടുകൂടെ നാമും എണ്ണപ്പെടേണ്ടതിനായി നമുക്കും ഈ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കാം. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകുന്നത്. ഇന്ന് ലോകം ഒരേക മതത്തിനായി, ഒരേക ഭരണകർത്താവിനായി പ്രതിസന്ധികൾ കൂടാതെ മുൻപോട്ട് പോകാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ പരിശുദ്ധ തിരുവെഴുത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു, യേശു ക്രിസ്തുവിൻ്റെ ഭരണം, അവൻ രാജാതിരാജാവായി കർത്താതി കർത്താവായി ലോകത്തിൽ വന്ന് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പരിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് സ്വർഗീയവാസവും 1000 ആണ്ട് വാഴ്ചയും പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് നൽകുന്ന വലിയ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. യേശു ക്രിസ്തു വന്ന വലിയ സന്തോഷം, യേശു ക്രിസ്തു വന്ന വലിയ രക്ഷ അത് പ്രാപിപ്പാൻ ഈ അവസരം കർത്താവ് നിങ്ങൾക്ക് കൃപ ചൊരിയട്ടെ. ഈ ക്രിസ്മസ് യഥാർത്ഥമായ രക്ഷയിലൂടെ ക്രിസ്തുവിൻ്റെ വലിയ സന്തോഷം അനുഭവിപ്പാൻ നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് കൊന്നതടി സെൻറ്റ് പീറ്റേഴ്സ് CSI ഇടവകയുടെ പേരുള്ള എല്ലാ ക്രിസ്മസ് ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ഭവനത്തിൽ ആശീഷം നൽകണമേ, ഈ ഭവനത്തിൽ ആശീഷം നൽകണമേ. കാത്തിടണേ ദേവായെന്നു തിരുജനനം ഘോഷിപ്പാൻ, കാത്തിടണേ ദേവായെന്നു തിരുജനനം ഘോഷിപ്പാൻ. മംഗളദായകനേ ഈ ഭവനത്തിൽ ആശീഷം നൽകണമേ, ഈ ഭവനത്തിൽ ആശീഷം നൽകണമേ. നല്ല മെസ്സേജും നല്ല പാട്ടുകളുമാണ് നമ്മുടെ ഈ ടീം ഞങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ എപ്പിസോഡിൽ സമ്മാനിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ എപ്പോഴും ഇൻട്രോയിൽ പറയും പഴമയിലേക്കുള്ള ക്രിസ്മസ് യാത്ര, പഴമയിലേക്കുള്ള ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ഫീല് നിങ്ങളുടെ ടീം ഞങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ടീം ലീഡറെ നമ്മൾ ആദ്യം ഫ്രണ്ടിലോട്ട് വരുത്താം. ബിക്കോസ് നമുക്ക് ഇനി കമൻസും മാർക്സും ഒക്കെ അറിയാനുണ്ട്. അച്ഛൻ നല്ലൊരു ഗൈഡൻസ് ആണ് ഫുൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. യെസ്, അപ്പോൾ എന്തായാലും ആ ഒരു ബലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടേതായ ക്രിസ്മസ് ആഘോഷങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഇതൊരു മത്സര വേദിയാണ്, കേരള ക്രൗൺ 2018. അപ്പം എന്തായാലും നമുക്ക് ജഡ്ജ്മെൻറ്റിലേക്ക് പോവാം. ആദ്യം നമുക്ക് ആരംഭിക്കാം അച്ഛനിൽ നിന്നും. ഉരുളാനിക്കലച്ചോ. സാമജോ, സാമജനും ഗ്രൂപ്പും ഞങ്ങളെ തീർച്ചയായിട്ടും പഴമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താങ്ക് യു. എനിക്ക് സംശയം, നിങ്ങൾ ഇത് നമ്മുടെ ആ ഏരിയയിൽ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനത്തെ കൊന്നത്തടി ഏരിയയിൽ? പൊതുവെ ഹൈ റേഞ്ചിലെല്ലാം ഈ പഴയ ഒരു ശൈലി നിലനിൽക്കുന്നുണ്ട്. ആണോ? ഇതുപോലെയുള്ള അല്ലേ? ഞാനും കോതമംഗലാണ്. പക്ഷെ എനിക്ക് അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ആദ്യം കാണുന്നതാണ് കേട്ടോ. ഇതല്ലേ മറ്റേത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പപ്പയുടെ കയ്യിലിരിക്കുന്ന വടിയുണ്ട്. എങ്കിലും നന്നായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി ഇത്. എല്ലാവർക്കും കണ്ടപ്പോൾ ഒരു പുതിയ നല്ല എനർജി. നിങ്ങള് മരിച്ചുപാടി നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും അതെല്ലാം നിങ്ങൾ ഇനി രസീതുമായിട്ട് വരുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പബ്ലിക്കിൽ പിരിവില്ല, ഔദാര്യമായിട്ട് തരുന്ന പറയുന്നത് വാങ്ങിക്കുന്നേ. നല്ല ഭാഗമല്ലാത്തതുകൊണ്ട് നല്ല എനർജി ആയിരുന്നു കേട്ടോ. നല്ലോണം നിങ്ങൾ ഓരോരുത്തരും ഒരു എന്താണ് ഒരു വലിയ മത്സരവേദിയല്ല, അത് ആ കാഴ്ചപ്പാടില്ലാതെ നിങ്ങളത് അവതരിപ്പിച്ചു.
അതൊരു നല്ല ഓഡിയൻസിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഒരു നല്ല അനുഭവമായിരിക്കും. താങ്ക് യു സർ. വെരി ഗുഡ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. താങ്ക് യു. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ഫിക്സ് ചെയ്യണം. എപ്പോഴാണ് നിർത്തണമെന്ന് ഒരു പിടിയില്ല ആർക്കും. ഒരാൾ തുടങ്ങി, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനെ വീണ്ടും പോയി, പിന്നെ അടുത്ത ആൾ വേറെ ഒന്നുകൂടെ തുടങ്ങി, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെയുള്ള വേദി വരുമ്പോൾ, കാരണം ഒരു ഗ്ലോബൽ ഓഡിയൻസിന് മുമ്പ് ഒരു കാണുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതല്ല ഇങ്ങനെയുള്ള വേദികളിൽ പോകുമ്പോൾ. രണ്ടാമത് എനിക്ക് തോന്നി വേണമെങ്കിൽ ഒന്ന് രണ്ട് നമ്മൾ ഫീമെയിൽ വോയിസ് വരായിരുന്നു. നമ്മൾ പള്ളിയിൽ പാടുന്നുണ്ടല്ലോ അവര്, പള്ളിയിൽ പാടുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇതാണ് പള്ളിയിൽ പാടുന്നത്. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് അംഗങ്ങളുടെ നോക്കിയിട്ട് രണ്ടോ മൂന്നോ ഫീമെയിൽസുകൾ ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു ബ്യൂട്ടി കിട്ടിയാൽ അതിന്. അതായത് നമ്മൾ ഈ ഹയർ റേഞ്ചിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ഈ ലോങ് യാത്രയിൽ ഇപ്പം ഞങ്ങളുടെ കൂടുതൽ നല്ലപോലെ പാടുന്ന പുരുഷന്മാർ പോലും ഒഴിവായി പോയി. കാരണം അവർ ഈ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാണ് ഈ ഹയർ റേഞ്ച് ലോ റേഞ്ച് വരുമ്പോൾ. അത് കാര്യമാണ്, പക്ഷേ അതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഭയങ്കര വേറൊരു ബ്യൂട്ടി വന്നതിന് കേട്ടോ. മനസ്സിലായി. കാരണം നമ്മൾ പള്ളിയിലേതിൽ അവർ പാടുന്നുണ്ട്, വീട്ടിൽ വന്നില്ലെങ്കിലും. വീട്ടിൽ നമ്മൾ ആരുടെയും പോകാറില്ല. അത്രയും നമ്മളെ ഒരു ചർച്ചിൽ നമ്മൾ ആ സമയത്തൊന്നും അധികം പേരങ്ങനെ പോകാറില്ല. നമ്മൾ മെയിൽ സിംഗേഴ്സാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ അവർ വരായിരുന്നു. അത് തോന്നി. അച്ഛൻ്റെ മെസ്സേജ് വളരെ നന്നായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ, നല്ല മെസ്സേജ്. പിന്നെ എല്ലാം അങ്ങോട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് വായിച്ചുകൊണ്ട് ക്ലാർനെറ്റൊക്കെ ഒന്ന് ചിലപ്പോൾ ലൈനിൽ കൃത്യം അങ്ങോട്ട് ലൈനിലേക്കൊക്കെ എത്താൻ വന്നിട്ടുണ്ട്. പപ്പ നന്നായിരുന്നു കേട്ടോ. പപ്പയുടെ മാസ്ക് നല്ല പപ്പ. ആ മാസ്കിന് ഒരു വ്യത്യാസമുണ്ടല്ലേ, നമ്മളെയൊക്കെ നോക്കുന്ന പോലെ. പപ്പ നോക്കുന്ന വേറെ സ്ഥലത്തായിരിക്കും, പക്ഷെ ഞങ്ങൾ കറക്റ്റ് ഞങ്ങളുടെ കണ്ണിലേക്ക് നോക്കുന്ന പോലെ പപ്പയുടെ മാസ്ക്, ആ കണ്ണിൻ്റെ ഇതൊക്കെ നന്നായിരുന്നു. പപ്പ ആ വയറിന് എന്ത് പറ്റി? ഒന്നും കഴിച്ചില്ലേ? ഇങ്ങനെ ചുടുങ്ങി കിടക്കുന്ന വട്ടമല്ലാണ് വെച്ചേക്കണേ. പപ്പയുടെ ഇതൊന്ന് പൊക്കിക്കൊന്ന് കാണട്ടെ, ഒന്ന് മാസ്ക് ഒന്ന് പൊക്കിക്ക്. ഇപ്പോഴാ ഓക്കെ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത് നല്ലതാണ്. ഇതൊരു വേറെ ഒരു കളറാണല്ലോ ഇവിടെ വരുന്നത് കേട്ടോ, അത് നോക്കുക. താങ്ക് യു അച്ഛാ. നമുക്ക് ഇനി അടുത്ത ജഡ്ജ്മെന്റിലേക്ക് പോവാം. ജാസിയേട്ടാ, നല്ലതായിരുന്നു ഫാദറെ, നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ കമ്പടിക്കളി ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ അതോ നാച്ചുറലായിട്ട് ഇതിനകത്തുള്ള കമ്പടിക്കളി ക്രിസ്ത്യൻ പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയതാണോ? ഈ ക്രിസ്ത്യൻ പാട്ടിൻ്റെ താളം ഇതിനെല്ലാം മെയിനായിട്ട് വരുന്നുള്ളല്ലോ. അതെ. അപ്പോൾ പോകുന്ന ഇവർ ടീമുകൾ ഇപ്പം ഞങ്ങൾക്ക് അവിടെ വൈഡ് ഏരിയ ആയതുകൊണ്ട് 1-2 ടീമൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർ എല്ലാവരും കൂടെ ഒരുമിച്ചാണെങ്കിൽ കൂടുതൽ എണ്ണം നിൽക്കും. അല്ലെങ്കിൽ 2 ടീമൊക്കെ ആയിട്ട് പോകുന്നതെങ്കിൽ 3 ടീമൊക്കെ പോകുന്നതെങ്കിൽ ഇതുപോലെ എണ്ണം അനുസരിച്ച് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് പാട്ടും താളവും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു മ്യൂസിക് സെക്ഷൻ വന്നതുകൊണ്ട് മാത്രം ഒരു വെറൈറ്റി ആക്കി ചെയ്യുന്നുള്ളൂ. എടുത്തു. ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പള്ളിയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണോ? പള്ളിയിലൊക്കെ ഉപയോഗിക്കുന്നത് സാർ. ഇത് തന്നെ. ഡ്രം സെറ്റ് ഒക്കെ ഒരു ജോഡിയും കൂടെ എക്സ്ട്രാ ഉണ്ട്. പള്ളിയിൽ പിന്നെ കീബോർഡാണ് ഉപയോഗിക്കുന്നത്, ഹാർമോണിക്ക് പകരം. ശരി. ഇത് CSIയുടെ പഴയ പാട്ടുകൾ തന്നെയാണോ? ഇത് വളരെ പഴയ പാട്ടുകൾ. പഴയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിവതും ഈ സാധാരണ ഫിലിം പാരഡി ആണല്ലോ, നമ്മളത് ഉപയോഗിക്കാറില്ല. കാരണം അത് നമ്മൾ ചെല്ലുമ്പോൾ വേറൊരു മെസ്സേജാണ് ജനത്തിന് പാസ് ചെയ്യുന്നത്. കഴിവതും ഇത് കൂടുതലും ഇവരൊക്കെ തന്നെ എഴുതിയതും ഇവരൊക്കെ തന്നെ ട്യൂൺ ചെയ്ത പാട്ടുകളാണ്. ഇതും ശരിക്കും പഴയ പാട്ടുകളാണ്, ഒത്തിരി വർഷങ്ങളായതാണ്. പിന്നെ മറ്റുള്ളവർ എഴുതി ട്യൂൺ ചെയ്തത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഭാഷാ വ്യത്യാസമുണ്ടോ അതോ പക്കാ മലയാളമാണോ അതോ മിക്സ് വല്ലതും ഉണ്ടോ? തമിഴ് മിക്സോ അങ്ങനെ എന്തെങ്കിലും ഭാഷാ വ്യത്യാസമുണ്ട്? ഭാഷാ വ്യത്യാസമില്ല, പക്ഷെ ഞങ്ങളുടെ മേഖലകളിൽ കൂടുതലും തമിഴ് ആളുകളുണ്ട്. ഓക്കെ. ഈ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ മലയാളീസാണ് അതോ തമിഴനാണ്? മലയാളീസാണ്. അല്ല, നേരത്തെ തായ്മൊഴി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് തമിഴിൽ നിന്ന് മലയാളം വന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല. ശരി ശരി, വളരെ നന്നായിരുന്നു. അവസാനത്തെ പാട്ടാണ് ആക്ച്വലി യഥാർത്ഥ എനർജി വന്ന ബാക്കിലിരിക്കുന്ന ചേട്ടനൊക്കെ ആത്മാവിൽ വന്നതുപോലെ നല്ല ഇളകി മറിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യമേ ഇവിടെ നിന്ന് വന്നപ്പോഴേട്ടെ ഈ ഗ്രൂപ്പായിട്ട് നിങ്ങൾ കൂട്ടം കൂടി ഒന്ന് ചെയ്തല്ലോ ഈ മൈക്ക് അല്ലാതെ, ആ സമയത്ത് വേറൊരു എനർജി ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ? എല്ലാവരെയും സെപ്പറേറ്റ് ആക്കിയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെ, നമ്മളിപ്പം ഒരു വീടിൻ്റെ മുറ്റത്തിൽ നിന്ന് പാടുമ്പോഴത്തേന് കൂടി നിന്ന് റൗണ്ടായിട്ടൊക്കെ നിന്ന് പാടും. അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഫേസ് ടു ഫേസ് ആക്ഷനും എല്ലാം വരും. ചുണ്ടൊക്കെ നോക്കി നിന്ന് ഏത് പാട്ടാണ് അത് ആ ഒരു ഇത് വരുള്ളൂ. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ റൗണ്ടായിട്ട് വന്നു, ഒരു മൈക്കിൻ്റെ അടുത്ത് വന്നു. ഈ മൈക്കിൻ്റെ അടുത്ത് അങ്ങനെ ഒരു പാടുന്ന അതുകൊണ്ടൊരു പ്രയാസമുണ്ട്. ക്യാമറ കൂടെ കണ്ടപ്പം ആകെ ടെറർ ഫീൽ. കാലാവസ്ഥയുടെ വലിയ മാറ്റം അത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. വെള്ളത്തിൽ കിടന്ന മീനെ പിടിച്ച് കരക്കിട്ട പോലെ. അടുത്ത റൗണ്ടിൽ ഇതുപോലെ ഒരുമിച്ച് പാടത്തൊക്കെ എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം. അതെ, തീർച്ചയായിട്ടും നല്ലതാണ്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമ്മൾ ഈ ഇതുപോലെ സ്റ്റാൻഡ് മൈക്ക് വെക്കുന്നതൊക്കെ നല്ലത്. അല്ല ഈ കോളർ മൈക്ക് അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു
മൈക്കിന്റെ കേസ് നമുക്ക് ശരിയാക്കാം. ഈ തണുപ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ തണുപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അല്ല, ദൈവകൃപയാൽ ഇപ്പോൾ വലിയ ചൂടില്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉടനെ. ഫാദർ ഇടുക്കിക്കാരനാണോ അതോ വെളിയിൽ നിന്ന്? ഇല്ല, ഇടുക്കി കട്ടപ്പനയാണ് വീട്. കട്ടപ്പന. ശരി ശരി. അതെല്ലാം വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു ചേട്ടാ. കമൻസ് ഒക്കെ കേട്ടു. കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞിരുന്നു. നമുക്കറിയില്ല, നമ്മുടെ മാർക്സിന്റെ അടിസ്ഥാനത്തിലാണ് നെക്സ്റ്റ് റൗണ്ടിൽ നമ്മുടെ ടീം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുക. അപ്പോൾ എന്തായാലും മാർക്സ് സ്കോറിൽ നിങ്ങൾ കുറച്ച് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ, ഫൈനൽ വരികയാണെങ്കിൽ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണം. ബിക്കോസ് കോമ്പറ്റീഷൻ വേറെയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് പോവാം. നമുക്ക് ആദ്യം ആരംഭിക്കാം ജാസിയേട്ടിൽ നിന്നും. ജാസിയേട്ടാ, ഔട്ട് ഓഫ് 100 63 ഔട്ട് ഓഫ് 100. അച്ചോ, ഔട്ട് ഓഫ് 100 64. സോ ഇൻ ടോട്ടൽ 127 ഔട്ട് ഓഫ് 200. വെരി ഗുഡ്. ഫുൾ മാർക്കും തരില്ല, അത് കാരണം ഇങ്ങനെ നോക്കി നിൽക്കണ്ട. ഞാൻ എല്ലാ ടീമിനടുത്ത് പറയും, നമുക്ക് ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ മാർക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ റേഞ്ച് എവിടെയാണ്. പക്ഷേ ആരത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയില്ല കഴിഞ്ഞ എപ്പിസോഡിൽ എത്രയാണ് കിട്ടിയത് എന്നൊന്നും നിങ്ങൾ ഈ എപ്പിസോഡിൽ പറയില്ല. അപ്പം നിങ്ങളുടെ മാർക്ക് സ്കോർ നല്ല മാർക്ക് സ്കോർ ആണ്. നമുക്ക് പ്രാർത്ഥിക്കാം ബാക്കിയുള്ള ടീമുകൾക്ക് മാർക്ക് കുറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ നല്ല റേഞ്ചിൽ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഫൈനൽ വരാൻ കഴിയട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ കോമ്പറ്റീഷൻ ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായി തന്നെ പാടാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ജഡ്ജസും നല്ലൊരു കമൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ ഫൈനലിൽ കയറുമെന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. കാരൽ ക്രൗൺ 2018 ഇന്നത്തെ എപ്പിസോഡിൽ സെന്റ് പീറ്റേഴ്സ് CSIയുടെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അതെ, അവരുടെ ഏരിയയിലുള്ള നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളും അവരുടെ സ്പെഷ്യൽ എക്യുപ്മെന്റ്സും കുറേ ഇങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല നല്ല പാട്ടുകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. കാരൽ ക്രൗൺ 2018 സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റൊലി മുഴക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിച്ചത് ഫിലിപ്പ് എം ആൻഡ് ഫാമിലി, ഷാർജ. അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി കാരൽ ക്രൗൺ 2018 സമർപ്പിച്ചത് റാഫി, ജീന, റയാൻ, ജാനൽ.